ഹലോ, ഗുഡ് മോർണിംഗ്. അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രാവിലെയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ രാവിലെകൾ എങ്ങനെയാണെന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വെളുപ്പിന് 4 മണി 4:30 ആയിട്ടുണ്ട്. 4 മണിക്ക് എണീറ്റതാണ്. അപ്പം കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് എണീക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 4:30ക്കാണ് എണീറ്റ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തോരനുള്ളതും പിന്നെ മീനും പാലും എല്ലാം എടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ തലേദിവസം ഞാൻ തോരനുള്ളതെല്ലാം അരിഞ്ഞ് വെക്കും. പിന്നെ മീനുണ്ടായിരുന്നു. അപ്പോൾ മീൻ തലേദിവസം തന്നെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് അതിനകത്തേക്ക് മസാലയൊക്കെ ചേർത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് വയ്ക്കും. കാരണം അപ്പം രാവിലെ എളുപ്പമാണല്ലോ. അപ്പോൾ ദേ എല്ലാം എടുത്ത് ഞാൻ തണുപ്പ് മാറാനായിട്ട് വയ്ക്കുകയാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ കുടിവെള്ളമാണ് ട്ടോ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുടിവെള്ളമാണ് വെക്കണത്. അതിനുശേഷം പിന്നെ കുളിക്കാനായിട്ടുള്ള വെള്ളം വയ്ക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരും ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പോൾ കുടിവെള്ളം വെച്ചതിന് ശേഷം പിന്നെ കുളിക്കാനുള്ള വെള്ളമൊക്കെ വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഇന്ന് വെള്ളയപ്പമാണ് ട്ടോ ഉണ്ടാക്കുന്നത്. രാവിലെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഓർഡർ അനുസരിച്ച് ഒരു പ്ലാൻ പോലെയാണ് ട്ടോ ചെയ്യണത്. കാരണം എല്ലാം ഒരു ഓർഡർ പോലെ അങ്ങ് ദിവസവും ചെയ്യണ കാരണം കൊണ്ട് അത് അത്ര ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് രാവിലെ ഓരോ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ തലേദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു പ്ലാനോട് കൂടി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും ട്ടോ. ഈ ഓർഡർ ഇല്ലാണ്ട് വരുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോണത്. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്നും കറി എന്താ ചെയ്യേണ്ടതെന്നും എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. അതിനനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. തലേദിവസം വെള്ളയപ്പത്തിനുള്ള മാവെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് വന്ന് നോക്കും ട്ടോ. വെള്ളയപ്പത്തിൻ്റെ മാവ് പൊങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ചില ദിവസങ്ങളിൽ എനിക്ക് പാളി പോവാറുണ്ട് ട്ടോ. ഇന്നിപ്പോൾ ദേ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല നല്ല സോഫ്റ്റായിട്ട് വെള്ളയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കിട്ടണം കേട്ടോ. കാരണം നല്ല ഭംഗി ഉണ്ടാവണം കേട്ടോ വെള്ളയപ്പം കാണാനായിട്ട്. എനിക്കങ്ങനെയാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെയായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. അതുപോലെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ നല്ല സോഫ്റ്റായിട്ട് വെള്ളയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ വെള്ളയപ്പവും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുട്ടക്കറി വയ്ക്കാനായിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുട്ടക്കറിക്കുള്ള സവാള എല്ലാം അരിഞ്ഞെടുത്തു. പിന്നെ മീനിൻ്റെ തണുപ്പെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ മീൻ വറുക്കാനും വെച്ചു. അതിനുശേഷം പിന്നെ ഞാൻ ഈ പാലക് ചീരയാണ് ട്ടോ അരിഞ്ഞ് വെച്ചായിരുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ക്യാബേജും കൂടിയും അരിഞ്ഞിട്ടിട്ടുണ്ട് തോരനുണ്ടാക്കിയത്. പാലക് ചീരയും ക്യാബേജും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് തോരനുണ്ടാക്കിയത്. അപ്പോൾ തോരനും ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം പിന്നെ ഞാൻ ഈ സവാള അരിഞ്ഞ സമയത്ത് ഒരു വെള്ളയപ്പം കരിഞ്ഞു പോയി ട്ടോ. കാരണം പെട്ടെന്ന് അടുപ്പത്ത് വെള്ളയപ്പം ഇരിക്കണ കാര്യം ഞാൻ വിട്ടുപോയി. ചെന്നപ്പോഴത്തേക്കും വെള്ളയപ്പം കരിഞ്ഞു പോവുകയും ചെയ്തു. അതിന് തോരനും ഉണ്ടാക്കി എടുത്തു. ഒരു ദിവസത്തെ എൻ്റെ ജോലികളെന്ന് പറഞ്ഞാൽ ഒരു 2, 3 ഘട്ടമായിട്ടാണ് ട്ടോ ചെയ്യണത്. കാരണം എന്ന് വെച്ചാൽ വെളുപ്പിന് എണീറ്റാലും പാചകം എല്ലാം പെട്ടെന്ന് കഴിയും. പാചകം പെട്ടെന്ന് കഴിയും. പിന്നെ അടുക്കളയൊക്കെ തുടച്ചിടാനൊക്കെ ആയിട്ട് പറ്റും. അതിനുശേഷം പിന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് ഇവരെല്ലാം പോയതിന് ശേഷം മാത്രമാണ് ട്ടോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിള്ളേരും ചേട്ടനൊക്കെ പോയതിന് ശേഷം മാത്രമാണ് പിന്നെ ക്ലീനിങ്, അടിച്ചു വാരൽ അങ്ങനെയുള്ള ക്ലീനിങ് എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തോരനുണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ തേങ്ങ അരച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് മുട്ടക്കറി റെഡിയാക്കി എടുക്കുകയാണ് ട്ടോ. മുട്ടക്കറി റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ കുറച്ച് എന്താ വെള്ളരിക്കയും തക്കാളിയും കൂടിയും കറി വെച്ചു. അപ്പോൾ ഈ വെള്ളയപ്പത്തിന് മുട്ടക്കറി എടുക്കുമ്പോൾ പിന്നെ പിള്ളേർക്ക് കൊണ്ടുപോകാനായിട്ട് ചാറുകറി ഒന്നുമില്ല. അപ്പോൾ വെള്ളരിക്കയും തക്കാളിയും കൂടി ഒരു ചാറുകറിയും കൂടിയും വെച്ചു. പിന്നെ ചേട്ടന് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സും എടുത്തു. തോരനും മീൻ വറുത്തതും വെള്ളരിക്കയും തക്കാളിയും കൂടിയുള്ള കറിയൊക്കെ എടുത്ത് ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചു. അതിനുശേഷം പിന്നെ പിള്ളേർക്കുള്ള ചായ എല്ലാം കൊടുത്ത് അടുക്കളയിൽ പാചകം ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കഴുകി വെച്ച് കഴിയുമ്പോൾ തന്നെ പകുതി പണികൾ തീരും. അപ്പോൾ ദേ ഇവിടെ പാചകം എല്ലാം കഴിഞ്ഞ് അടുക്കള നല്ല ക്ലീനായിട്ട് തുടച്ചിട്ടു. പിന്നെ ഞാൻ പോയി കുളിച്ച് വന്ന് റെഡി ആയതിന് ശേഷം പിന്നെ മോളെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചേട്ടനും റെഡി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. അതിനുശേഷം അവളെ ആക്കി വന്നതിന് ശേഷം പിന്നെ ചായ കുടിച്ചു. പിന്നെ തുണികൾ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ, അത് കഴിഞ്ഞു. അതിന് ശേഷം തുണികൾ ഇടാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.